കുട്ടികൾ സാധാരണയായി കളിക്കുന്ന ഒരു ചെറിയ ഗെയിമുണ്ട്, ഏണിയും പാമ്പും. നമ്മിൽ പലരും അത് കളിച്ചിട്ടുണ്ട്. ഏണിയും പാമ്പും കളി വളരെ രസകരമാണ്. 1 മുതൽ 100 വരെയുള്ള അക്കങ്ങൾ, സംഖ്യകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഡൈസ് നമ്മൾ ഇടുന്നു. അതിൽ 1 തൊട്ട് 6 വരെയുള്ള കുത്തുകൾ കാണും. 1 കിട്ടിയാൽ കളി തുടങ്ങാം. 2 കിട്ടിയാൽ 2 കട്ട നീക്കി വയ്ക്കാം. പാമ്പുമുണ്ട്, ഏണിയുമുണ്ട്. ഏണിയിൽ കയറിയാൽ നമുക്ക് 4-5 പടി മുകളിലേക്ക് ചെല്ലാം. പക്ഷേ പാമ്പിൻ്റെ വായിൽപ്പെട്ടാൽ നേരെ താഴേക്കാകും വരവ്. കുട്ടികൾ ഇത് കളിക്കുന്ന വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഏണിയും പാമ്പും ഒരെണ്ണം വാങ്ങിച്ചു എൻ്റെ ഇളയ മകന് വേണ്ടി കളിക്കാൻ. ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് പഴയ ഓർമ്മയിൽ ഒന്ന് കളിച്ചു തുടങ്ങി. കളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഏണിയും പാമ്പെന്ന് പറയുന്ന ഗെയിമിൽ ഒത്തിരി പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ കളിച്ച് പോകുമ്പം ഒരു ഏണി കിട്ടി 10 പടി മുകളിലേക്ക് കയറുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? എന്നാൽ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പം അടുത്ത പാമ്പിൻ്റെ വായിൽ ചെന്ന് നേരെ താഴേക്കിങ്ങി വരുമ്പോഴാണ് ദുഃഖമുണ്ടാകുന്നത്. ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, മോനെ നീ എന്താ പഠിച്ചത്? അവന് മനസ്സിലായി, ഏറ്റവും മുകളിൽ ചെന്നാലും ചില സമയത്തൊക്കെ നമ്മൾ താഴേക്ക് വരേണ്ടി വരും. ഏണി കിട്ടുമ്പം അമിതമായി സന്തോഷിക്കേണ്ട, പാമ്പിൻ്റെ വായിൽ പെടുമ്പം നമ്മൾ ദുഃഖിക്കുകയും വേണ്ട. കാരണം ഇനിയും നമുക്ക് അവസരമുണ്ട്. എന്നാൽ അവനുണ്ടായ ദുഃഖം അതായിരുന്നില്ല. അവനുണ്ടായ ഏറ്റവും വലിയ വിഷമം, അവനേക്കാളും മുന്നിലായല്ലോ ഞാനെന്നുള്ള വിഷമമായിരുന്നു. ഇതുവരെ അവനായിരുന്നു ഏറ്റവും മുന്നിൽ. 98-ലെത്തി. ഇനിയും 2 കളം കൂടെ കഴിഞ്ഞാൽ അവൻ ജയിക്കും. എന്നാൽ 98-ൽ നിന്ന് അവൻ നേരെ 10ലേക്കാണ് വന്നത്. അവൻ പറഞ്ഞു, പപ്പ എന്നെക്കാളും മുന്നിലാണല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ ദുഃഖം ഇതാണ്, പല ആളുകളും നമ്മെക്കാളും മുൻപിലാണല്ലോ എന്നുള്ള ഒരു തോന്നൽ. ഞാൻ അല്പം പുറകിലായി പോയല്ലോ എന്നൊരു ചിന്ത. വിഷമിക്കേണ്ട കാര്യമില്ല. മുമ്പിൽ പോകുന്നവരെ ഓർത്ത് നിങ്ങൾ അസൂയപ്പെടേണ്ട കാര്യമില്ല. അവർ മുൻപോട്ട് പൊക്കോട്ട്. നിങ്ങൾക്കിനി സമയമുണ്ട്, പുറകെ നിങ്ങൾക്ക് പോകാൻ കഴിയും. എങ്ങനെയൊക്കെ പോയാലും കല്ലറ വരെയുള്ളൂ നമ്മുടെ യാത്രയെന്ന് പറഞ്ഞാൽ. ഒരുമിച്ച് കല്ലറയിലേക്ക് ആരും പോകുന്നില്ല. നമ്മളെക്കാളും മിടുക്കന്മാരും കഴിവുള്ളവരും ഒക്കെ ഒരുപക്ഷെ നേരത്തെ പോയെന്നിരിക്കും കല്ലറയ്ക്കകത്തേക്ക്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളോ വീഴ്ചകളോ വരുമ്പോൾ നാം നിരാശപ്പെട്ടു പോകേണ്ട. ഉയർച്ചകളും സാമ്പത്തിക നന്മയുണ്ടാകുമ്പോൾ അഹങ്കരിച്ചു പോവുകയും വേണ്ട. ഇതെല്ലാം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പഠിക്കാനും വീണ്ടും മുൻപിലേക്ക് കയറി വരാനുമുള്ള മനസ്സുണ്ടാകണം. ഒരു പ്രാവശ്യം നമ്മൾ ഈ പാമ്പിൻ്റെ വായിൽപ്പെട്ട് താഴേക്ക് വന്നു എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട. ഇനിയും നമുക്ക് അവസരമുണ്ട്, ഇനിയും നമുക്ക് സമയമുണ്ട്. ഈ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത്. പല ആളുകളും പരാജയപ്പെട്ട് ആത്മഹത്യ ചെയ്ത് പിന്മാറുന്നവരാ, ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നവരാ, മതിയെന്ന് പറയുന്നവരാ. അല്ല, നിരാശപ്പെടേണ്ട. ആത്മഹത്യ അല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം. ജീവിക്കാൻ തീരുമാനിക്കുക. പരാജയങ്ങൾ വരുമ്പോൾ എല്ലാം തീർന്നെന്ന് പറയണ്ട. ഈ പരാജയങ്ങളിൽ ഞാൻ വീണ്ടും പാഠം പഠിച്ച് വീണ്ടും ഞാൻ മുന്നേറും എന്നുള്ള തീരുമാനം കുഞ്ഞുങ്ങളോട് തന്നെ പറയണം. ജീവിതത്തിൽ ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണം, മക്കളെ, ജീവിതം എന്ന് പറയുന്നത് താഴ്ചകളും ഉയർച്ചകളും ഉള്ളതാണ്. ഇതെല്ലാം നേരിടാൻ നാം തയ്യാറായിരിക്കണം. ഉയർച്ച മാത്രമല്ല, താഴ്ചയും ഉണ്ടാകും. ജയം മാത്രമല്ല, പരാജയം ഉണ്ടാകും. സന്തോഷം മാത്രമല്ല, സങ്കടവും ഉണ്ടാകും. സമ്പന്നത മാത്രമല്ല, ദാരിദ്ര്യവും ഉണ്ടാകും. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ആ യാഥാർത്ഥ്യം നാമും അംഗീകരിക്കണം. എന്നാൽ ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീഴ്ചയിലും താഴ്ചയിലും പ്രതിസന്ധിയിലും ആരുമില്ലെങ്കിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കൈവിടാത്തൊരു യേശു നിങ്ങളുടെ കൂടെ ഇന്നും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. ദൈവത്തെ മറന്നോടണ്ട, ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യും. കർത്താവിൻ്റെ കരം പിടിക്ക്. വീണുപോകാതെ ദൂതന്മാർ നിങ്ങളെ കയ്യിൽ കാത്തുകൊള്ളും, അല്ലെങ്കിൽ ദൂതന്മാർ നിങ്ങളെ കാക്കുമെന്നുള്ള വചനം നാം ഏറ്റെടുത്തിട്ട് പറയണം, ഞാൻ ക്ഷീണിച്ചും നിരാശപ്പെട്ടും ഇരിക്കുമ്പോഴും രോഗിയായി കിടക്കുമ്പോഴും എൻ്റെ കർത്താവ് എന്നോടൊപ്പമുണ്ട്. അവൻ എന്നെ കൈവിടത്തില്ല. എല്ലാവരും മറന്നാലും കർത്താവ് കൈവിടത്തില്ല. ജീവിതത്തിൽ ഉയർച്ച വരുമ്പോഴും കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യണം. സമ്പന്നത വരുമ്പോഴും കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യണം. നിരാശപ്പെടേണ്ട. ഈ ദിവസം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. സന്തോഷത്തോടെ നമുക്ക് മുന്നേറാം. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു.